അമ്മേ, അച്ഛാ, നിങ്ങളുടെ മകൾ കഠിനമായി പഠിച്ച് ഒരു ഡോക്ടറാകുമെന്ന് നിങ്ങൾ വലിയ വിശ്വാസമായിരുന്നു. പക്ഷേ വീണ്ടും ഒരു നീറ്റ് പരീക്ഷ എഴുതാനുള്ള ധൈര്യം ഇനി എനിക്കില്ല. ആദ്യ തവണ എനിക്ക് നല്ല മാർക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ ഇനിയൊരു പരീക്ഷയിൽ എനിക്ക് നന്നായി ചെയ്യാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുമില്ല. എന്നോട് ക്ഷമിക്കണം. ഞാനിപ്പോൾ വായിച്ചത് ഒരു കുറിപ്പാണ്. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു 18 വയസ്സുകാരി എഴുതി വെച്ച കുറിപ്പ്. മരണപ്പെട്ട് 2 ആഴ്ചകൾക്കിപ്പുറം ആ 18 വയസ്സുകാരിയുടെ മുറിയിൽ നിന്ന് ബന്ധുക്കൾക്ക് ലഭിച്ച ഒരു ആത്മഹത്യാക്കുറിപ്പ്. ആ ആത്മഹത്യാക്കുറിപ്പാണ് ഞാൻ വായിച്ചത്. മധ്യപ്രദേശിലെ ആകാൻഷ ചതുർവേദി എന്ന് പറയുന്ന 18കാരിയാണ് മെയ് 20 ആത്മഹത്യ ചെയ്തത്. ആകാൻഷ ചതുർവേദി നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഞാൻ എഴുതിയ പരീക്ഷ റദ്ദ് ചെയ്തു. ആ പരീക്ഷയിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി ആ പരീക്ഷ റദ്ദ് ചെയ്യപ്പെട്ടു. അതിലെനി കാര്യമില്ല. അതുകൊണ്ട് ഇനിയൊരു നീറ്റ് പരീക്ഷയെ കൂടി അഭിമുഖീകരിക്കുവാനുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത് അത് എനിക്കില്ല. ഞാൻ നന്നായി പഠിച്ച് ഒരു ഡോക്ടർ ആകും എന്ന് തന്നെയാണ് അമ്മേ, അച്ഛാ, നിങ്ങളുടെയൊക്കെ വിശ്വാസം. ക്ഷമിക്കണം നിങ്ങൾ. ഞാൻ ഈ ലോകം വിടുകയാ. ഒരു 18 വയസ്സുകാരിയുടെ കുറിപ്പ്, ഹൃദയ നൊമ്പരങ്ങൾക്ക് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു കുറിപ്പ്. ഈ കുറിപ്പ് എഴുതുമ്പോഴും ആത്മഹത്യ ചെയ്യുമ്പോഴും ആ ഒരു വിദ്യാർത്ഥിനിയുടെ മനസ്സ് എത്രമാത്രം ഏതൊരു അവസ്ഥയിലായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര ദിവസം കഷ്ടപ്പെട്ട് പഠിച്ച് ഉറക്കമൊഴിച്ച് സോഷ്യൽ മീഡിയ ഒഴിവാക്കി പുറത്തു പോകൽ ഒഴിവാക്കി അങ്ങനെ ജീവിതത്തിൽ ഈ തലമുറ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും മാറ്റിവെച്ച് പഠനത്തിന് വേണ്ടി മാത്രം സമയം കണ്ടെത്തി പഠിച്ച് വലിയ രീതിയിൽ വലിയ പ്രതീക്ഷയോടുകൂടി ഒരു നീറ്റ് എക്സാം പോയി എഴുതുന്നു. എക്സാം എഴുതി വരും ദിവസങ്ങളിൽ ആ എക്സാം തന്നെ റദ്ദ് ചെയ്യപ്പെടുകയാണ്. രാജ്യത്ത് ഒരു എൻട്രൻസ് എക്സാം നടത്തിയിട്ട് ആ എൻട്രൻസ് എക്സാമിൽ ക്രമക്കേടും അതിലെ ചോദ്യപേപ്പർ ചോർച്ചയും കാരണം എഴുതിയ എക്സാം റദ്ദ് ചെയ്യപ്പെടുന്ന ഒരു കാഴ്ച അല്ലേ? അതിൽ മനം നൊന്നിട്ടാണ് ആകാൻഷ ചതുർവേദി എന്ന് പറയുന്ന 18 വയസ്സുകാരി മധ്യപ്രദേശിൽ നിന്ന് ആത്മഹത്യ ചെയ്തത്. ആ 18കാരിയുടെ ഒരു ആത്മഹത്യാ കുറിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഇതൊരു ആത്മഹത്യയാണോ? അല്ല, മറിച്ച് ഇത് നമ്മുടെ സിസ്റ്റം കൊല ചെയ്തതാണ് ഈ വിദ്യാർത്ഥിനിയെ. രാജ്യത്തെ ഗവൺമെൻറ് ഒരു എൻട്രൻസ് എക്സാം പോലും മര്യാദക്ക് നേരാവണ്ണം നടത്താൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്, ഇത്രയൊക്കെ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് കമ എന്നൊരക്ഷരം മിണ്ടാൻ കഴിയാത്ത പ്രധാനമന്ത്രി, വാ തുറക്കാത്ത പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ഇടക്കിടക്ക് മൻ കി ബാത്തും റേഡിയോ സംഭാഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിലൊക്കെ പറയുന്നതും രാജ്യത്തെ വിവിധ ഇനം മാങ്ങകളെക്കുറിച്ച്, ജൽമൂരിയെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച് ഒക്കെയാണ് പറയുന്നത്. നാളെയുടെ ഭാവിയായിട്ടുള്ള ഒരു തലമുറ, അവരെ ബാധിച്ച ഏറ്റവും വലിയ പ്രശ്നത്തെക്കുറിച്ച് രാജ്യത്തെ പ്രധാനമന്ത്രി മിണ്ടുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മിണ്ടുന്നില്ല. ഇതേക്കുറിച്ച് ആരും ഒരു വാക്ക് പറയുന്നില്ല. എന്നാലോ സംഘ് പരിവാറുകാരൊക്കെ പറയുന്നുണ്ട്, മാധ്യമങ്ങളെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തിനെക്കുറിച്ചാ? പശുവിനെക്കുറിച്ച്, പശുവിനെക്കുറിച്ച്, ബീഫിനെക്കുറിച്ച്, മുസ്ലിമിനെക്കുറിച്ച്, ഹിന്ദുവിനെക്കുറിച്ച്, അമ്പലങ്ങളെക്കുറിച്ച്, പള്ളികളെക്കുറിച്ച്. ഇതൊക്കെയാണ് സംസാരം. അത്രയും രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം താറുമാറായിട്ടും അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതേക്കുറിച്ച് മിണ്ടാൻ പോലും തയ്യാറാകുന്നില്ല. ആകാൻഷ ചതുർവേദിയുടെ ഒരു ആത്മഹത്യാ കുറിപ്പ് കിട്ടിയത് കൊണ്ട് അതൊന്ന് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കുറിപ്പ്. കാരണം ഒരു നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, അതിനെയൊക്കെ മറികടന്ന് ഞാൻ നന്നായിട്ട് ചെയ്തിരുന്നു, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു,
എനിക്ക് നല്ല മാർക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ ഇനി അതിൽ കാര്യമില്ല. കാരണം എഴുതിയ എക്സാം റദ്ദ് ചെയ്യപ്പെട്ടു. എൻ്റെ മാനസിക നില ആകെ തകർന്നിരിക്കുകയാ. അടുത്ത ഒരു നീറ്റ് എക്സാമിന് റെഡിയാവാനുള്ള ഒരു മനോനിലയിലല്ല താനുള്ളത് എന്ന ഒരു കുറിപ്പ് എഴുതി വെച്ച്, അമ്മേ അച്ഛാ ക്ഷമിക്കണം, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിദ്യാർത്ഥിനി, ഒരു 18കാരി ആത്മഹത്യ ചെയ്യുകയാണ്. ഇത് വെറും ഒരു ആകാംക്ഷ ചതുർവേദി എന്ന് പറയുന്ന മധ്യപ്രദേശുകാരി ആയിട്ടുള്ള 18 വയസ്സുകാരിയുടെ മാത്രം കഥയല്ല. ഒരുപാടധികം വിദ്യാർത്ഥികൾ തങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മാനസികമായി തകർന്ന് സഹിക്കാവുന്നതിലപ്പുറമുള്ള മെൻ്റൽ പ്രഷർ കാരണം ജീവിതം തന്നെ അവസാനിപ്പിച്ചവർ പ്രദീപ് മെഗ്വാൾ, ഋതിക് മിശ്ര, ഭാഗ്യശ്രീ, സിദ്ധാർത്ഥ് ഹെഡ്ജെ, അൻഷിക പാണ്ഡെ, ഇവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ കാരണം ആത്മഹത്യ ചെയ്ത ആളുകളാണ്. സിസ്റ്റം കൊന്നവരാണ് ഇവരെ. സിസ്റ്റം എന്ന് പറയുന്ന ഭൂലോക ഉഡായിപ്പ് കാരണം ഒരു തലമുറ ജീവിക്കണ്ട എന്ന് തീരുമാനിക്കുകയാ. എന്നിട്ടും മിണ്ടാൻ നരേന്ദ്രമോദി തയ്യാറാവുന്നില്ല. എന്നിട്ടും മിണ്ടാൻ രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാവുന്നില്ല. ആർക്കും ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. എല്ലാവരും പറയുന്നത് മാങ്ങയെക്കുറിച്ച്, ജൽമുരിയെക്കുറിച്ച്, പശുവിനെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച്, വേനലിനെക്കുറിച്ച്. ഇതൊന്നുമല്ല പ്രശ്നം. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. വേനൽക്കാലത്ത് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ വെള്ളം കയ്യിലെടുക്കണം. ആർക്കെങ്കിലും വെള്ളം വേണമെന്ന് കരുതിയാൽ അവർക്ക് കൊടുക്കണം. ഇതൊന്നും രാജ്യത്തെ ജനങ്ങളോട് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. അത് പറഞ്ഞു കൊടുക്കാതെ തന്നെ ചെയ്യുന്ന ആളുകളാണ് ഈ രാജ്യത്തെ മനുഷ്യരെന്ന് പറയുന്നത്. മനുഷ്യത്വം ഇന്നും ആളുകളുടെ മനസ്സുകളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടിട്ടില്ല. പക്ഷേ സംസാരിക്കേണ്ടതും നരേന്ദ്രമോദി വാ തുറന്ന് സംസാരിക്കേണ്ടതും ഈ നീറ്റ് CBSE എക്സാമുകൾ ഒരു തലമുറയെ ഒന്നടങ്കം വിഴുങ്ങിയ ഈ നീറ്റ് CBSE എക്സാമിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. ഇപ്പോൾ പല ആളുകളും പല രീതിയിൽ പ്രതികരണങ്ങൾ നടത്തുന്നത് കണ്ടു. ഇതിൽ ഏറ്റവും അധികം ആളുകൾ പറയുന്ന കാര്യം മോഡിയും യോഗി ആദിത്യനാഥുമാണ് ഇതിൻ്റെ ഉത്തരവാദികളെന്ന. അതിൽ വളരെ കൃത്യമായിട്ട് ഈ നീറ്റ് എക്സാമിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് യോഗി ആദിത്യനാഥും ഉത്തർപ്രദേശിലെ BJP സർക്കാരും വലിയ ശ്രമങ്ങൾ നടത്തിയെന്നാണ് പറയുന്നത്. കാരണം വിദ്യാഭ്യാസ മേഖല ഉത്തർപ്രദേശിൽ വലിയ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അവിടെ ഒരു എൻട്രൻസ് എക്സാമിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ തങ്ങളുടെ വിദ്യാഭ്യാസ രംഗം രാജ്യത്ത് ഒന്നാമതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ എൻട്രൻസ് എക്സാമിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആ എൻട്രൻസ് പരീക്ഷയെ തന്നെ അട്ടിമറിച്ചു കൊണ്ടുള്ള ശ്രമമാണ് നടത്തിയത്. അല്ലാതെ വിദ്യാർത്ഥികൾക്ക് നല്ല കോച്ചിങ് കൊടുത്തോ നല്ല പഠന സൗകര്യങ്ങൾ ഒരുക്കിയോ ഒന്നുമല്ല. മറിച്ച് പരീക്ഷാ പേപ്പർ, ചോദ്യ പേപ്പർ ചോർത്തി വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ട് അതിലൂടെ എങ്ങനെയെങ്കിലും ഒരു വിജയമുണ്ടാക്കിയിട്ട് ഉത്തർപ്രദേശ് രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാമതാണ് എന്ന് പറയുവാനുമുള്ള ശ്രമങ്ങൾ യോഗി ആദിത്യനാഥ് നടത്തി എന്നാണ് പറയുന്നത്. ആരും മിണ്ടുന്നില്ല, ഒന്നും മിണ്ടുന്നുമില്ല. 27 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ CBSE എക്സാം അട്ടിമറിച്ചിട്ട് അതേക്കുറിച്ച് ഒരാളും മിണ്ടുന്നില്ല, ഒരാളും അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അദ്ദേഹം ഈ പറയുന്ന അൻഷിക ചതുർവേദിയുടെ ഈ പറയുന്ന ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നതിൽ പിന്നെ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രതികരണമുണ്ട്. മോദിജി, അധികാരം വരും പോകും. താങ്കൾ 12 വർഷം കൊണ്ട് സിസ്റ്റം തകർത്തതിൻ്റെ വില രാജ്യത്തെ ചെറുപ്പക്കാരാണ് നൽകേണ്ടി വരുന്നത്. വളരെ കൃത്യമല്ലേ? സിസ്റ്റങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റുകൾ, അനന്തരഫലങ്ങൾ അത് അനുഭവിക്കുന്നത് രാജ്യത്തെ വരും തലമുറയാണ്. ഇപ്പോഴിന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് കണ്ടു. എന്താണ്? മോദി സർക്കാർ കഴിഞ്ഞ 12 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ഡ്രീം പ്രൊജക്റ്റുകളും വലിയ രീതിയിൽ പരാജയമാണ് എന്ന്. എന്നിട്ട്
ഈ പരാജയത്തെ മറക്കാൻ വേണ്ടിയിട്ട് ഡാറ്റകളിൽ കൃത്രിമത്വം കാണിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ മേഖലയിലും കൃത്രിമത്വം മാത്രം. സാമ്പത്തിക മേഖലയിൽ കൃത്രിമത്വം എന്ന് പറഞ്ഞാൽ ഈ ഇൻഡെക്സ് ബാറുകളിലും സ്റ്റാറ്റസുകളിലും വലിയ സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള കൃത്രിമത്വം മാത്രം നടത്തുക. സാമ്പത്തിക മേഖല തകർന്ന് തരിപ്പണമായിരിക്കുന്നു. പണപ്പെരുപ്പം ഒരു ഭാഗത്ത് വലിയ ഗുരുതരമായി മുന്നോട്ട് പോകുന്നു. രൂപയുടെ മൂല്യത്തകർച്ച കൂപ്പുകുത്തുന്നു. രാജ്യത്ത് ഇന്ധനങ്ങളുടെയും മറ്റുള്ള അവശ്യ സാധനങ്ങളുടെയും വില കുതിച്ചുയരുന്നു. സാമ്പത്തിക മേഖല തകർന്ന് തരിപ്പണമായിരിക്കുന്നു. എന്ത് പറഞ്ഞാലും സംഘപരിവാറുകാർ പറയും ഇന്ത്യ ലോകത്ത് 4ാം സ്ഥാനത്ത് 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. എന്ത് ശക്തിയാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. രാജ്യത്ത് വലിയ വിലക്കയറ്റമുണ്ട്. രാജ്യത്ത് വലിയ ഇന്ധനക്ഷാമമുണ്ട്. രാജ്യത്ത് അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നിരിക്കുന്നു. രാജ്യത്ത് വലിയ പണപ്പെരുപ്പമുണ്ട്. രാജ്യത്ത് രൂപയുടെ മൂല്യം വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോഴും പറയാണ് ലോകത്ത് 4ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന്. ഏതർത്ഥത്തിൽ, എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഇത്തരം ഇൻഡെക്സുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചില സ്റ്റാറ്റസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് യോഗി ആദിത്യനാഥും നടത്തിയത്. രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമെന്ന ഖ്യാതി നേടാൻ വേണ്ടിയിട്ട് എൻട്രൻസ് എക്സാമിനെ അട്ടിമറിച്ചു. അതിൽ ക്രമക്കേടുകൾ നടത്തി. ചോദ്യപേപ്പറുകൾ ചോർത്താൻ കൂട്ടുനിന്നു. ഇതൊക്കെ ചെയ്യുന്നത് രാജ്യത്തെ ഒരു സർക്കാരാണെന്ന് നിങ്ങൾ ആലോചിക്കണം. എവിടെ വരെ എത്തി നിൽക്കുകയാ? 12 വർഷം കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ കുഴിച്ച് കുളം തോണ്ടി വെച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയും സംഘപരിവാറും ചേർന്നുകൊണ്ട്. എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായിരിക്കുന്നു. എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായിരിക്കുന്നു. നിരന്തരമായി ജനങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പല കാരണങ്ങളിൽ, പല രീതികളിൽ ജനങ്ങൾ, സാധാരണക്കാരന്മാരായിട്ടുള്ള ആളുകൾ അവർ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എവിടേക്കാണ് ഈ സ്ഥിതിവിശേഷം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതേക്കുറിച്ച് മിണ്ടാൻ നരേന്ദ്രമോദി തയ്യാറാകുന്നില്ല. ഇതേക്കുറിച്ച് മിണ്ടാൻ സംഘപരിവാർ തയ്യാറാകുന്നില്ല. ഇതേക്കുറിച്ച് മിണ്ടാൻ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തയ്യാറാവുന്നില്ല. ആർക്കും ഇതേക്കുറിച്ച് മിണ്ടാനോ സംസാരിക്കുവാനോ ഒന്നിനും സമയമില്ല. വളരെ കൃത്യമായിട്ട് രാജ്യം വലിയ പ്രതിസന്ധികൾ നേരിടുക. ഒന്നും പറയാനില്ല ആർക്കും, ഒരു ഭരണാധികാരിക്കും. ഇപ്പോൾ അൻഷിക ചതുർവേദി ആണെങ്കിലും മറ്റുള്ള വിദ്യാർത്ഥികളാണെങ്കിലും ഒക്കെ അവർ താങ്ങാൻ കഴിയാത്ത, ഇത് വലിയൊരു വിഷയമാണ്. ഒരു നീറ്റ് എൻട്രൻസ് എക്സാമുകളൊക്കെ, നീറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറാവുക എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയാണ്, വലിയ പ്രതിസന്ധിയാണ്, വലിയ അധ്വാനം വേണ്ട ഒരു വിഷയമാണ്. അപ്പം ഇത്രയധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ട് പരീക്ഷ കഴിയുമ്പോൾ ആ പരീക്ഷ അങ്ങ് റദ്ദാക്കുക. പരീക്ഷ റദ്ദാക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾക്കും ഉത്തരവാദിത്തമില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ കഴിഞ്ഞ 12 വർഷം കൊണ്ട് രാജ്യത്തെ സിസ്റ്റങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കിയതിൻ്റെ അനന്തരഫലം വരും തലമുറ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ അവനെ രാജ്യദ്രോഹിയാക്കുക, അവനെ പാകിസ്ഥാനിയാക്കുക, അവനെ ഭീകരവാദിയാക്കുക, അവനെ ഡീപ് സ്റ്റേറ്റ് ഏജന്റ് ആക്കുക. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട് 17ഉം 18ഉം വയസ്സുള്ള ഈ പറയുന്ന വേദാന്തെന്നും സാർത്ഥക് സിദ്ധാന്ത് എന്നുമൊക്കെ പേരുള്ള വിദ്യാർത്ഥികൾ CBSE പരീക്ഷയിലെ അട്ടിമറിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ സംഘപരിവാർ ഹാൻഡിലുകൾ ആ വിദ്യാർത്ഥികളെ എന്താ ചെയ്യുന്നത്? പാകിസ്ഥാനി എന്ന് വിളിക്കുക, ഭീകരവാദികളും തീവ്രവാദികളുമാക്കുക, ചാപ്പയടിക്കുക. രാജ്യം നേരിടുന്ന പ്രതിസന്ധിക്കൊരു സൊല്യൂഷൻ ഇല്ല, മറിച്ച് ചാപ്പയടിയും വർഗീയതയും ഹിന്ദുവും മുസ്ലിമും അമ്പലവും പള്ളിയും പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുക. ഇത് മാത്രമേ രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ കൃത്യതയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യമെന്ന് പറയുന്നത് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ ജനമനസ്സുകളിൽ ഇട്ടുകൊടുക്കുക എന്ന് പറയുന്ന പ്രവൃത്തി മാത്രം.
അൻഷിക ചതുർവേദിയാണെങ്കിലും ശ്രീവിദ്യയാണെങ്കിലും ഒക്കെ, ഭാഗ്യശ്രീ ആണെങ്കിലും സിദ്ധാർത്ഥ് ഹെജ്ജയാണെങ്കിലും അൻഷിക പാണ്ഡെയാണെങ്കിലും ആകാംക്ഷ ചതുർവേദിയാണെങ്കിലും പ്രദീപ് മഗ്വാൾ ആണെങ്കിലും ഋതിക് മിശ്രയാണെങ്കിലും ഒക്കെ ഈ സിസ്റ്റം കൊന്നതാണ് ഈ വിദ്യാർത്ഥികളെ എന്നുള്ളതാണ്